ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ പാന്റ് നിങ്ങൾ കണ്ടോ? ഈ സാധനം ഞാൻ 2021 എന്തോ മേടിച്ചതാണ്. ഇപ്പോഴും ഫിറ്റ് ആൻഡ് ഫൈൻ. ചെറിയൊരു മഷീര പാടുണ്ടെന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്റെ മുടിയുടെ അഡ്വാൻറ്റേജ് ഇതാണ്. എവിടെയും വെളിയിൽ പോകണമെങ്കിൽ എന്റെ മുടി നോക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ അങ്ങ് കിടന്നു. അപ്പൊ ഇന്ന് ഞാനും ചങ്ങായിമാരും ഒരു കല്യാണത്തിന് പോവാണ്. എവിടെ കല്യാണം ഉണ്ടോ അവിടെ ഫർഹാനും പിള്ളേരും ഉണ്ട്. ഓഡിറ്റോറിയത്തിന്റെ കറക്റ്റ് സ്ഥലം ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ അടിച്ചാണ് വന്നത്. നമ്മൾ വന്നത് കുറച്ച് താമസിച്ചായിരുന്നു. നോക്കിയപ്പോ പയ്യന്മാർ അപ്പോഴേ തുള്ളാനും തുടങ്ങി. ഈ ചങ്ങായിയുടെ സിസ്റ്ററുടെ കല്യാണമാണ് ഇത്. ഈ ചങ്ങായാണെങ്കിൽ വന്ന പാടെ ഐസ്ക്രീം അടിച്ചു മാറ്റി തിന്നു. ചെറുക്കന്റെ വീട്ടിലെ പയ്യന്മാരൊക്കെ ശബരിമലയ്ക്ക് പോകും പോലെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളേറെ കഴിക്കാനാണ് കഴിച്ചിട്ട് വെളിയിറങ്ങിയപ്പോഴാണെങ്കിൽ ഫ്രണ്ടിൽ മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതെന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റി നിന്നിട്ട് ഞാൻ പോയി. പിന്നെ നമ്മള് കുറച്ചൊരു അകത്ത് വന്നിരുന്നു. സ്റ്റേജിൽ നോക്കിയപ്പോഴാണെങ്കിൽ നീല കുപ്പായൊക്കെ ഇട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. കുറച്ചെങ്കിൽ നോക്കിയപ്പോൾ മാമോരെന്ന് പാവാടാട്ടി കളിക്കുന്നു. ഈ പാവാട എടുത്ത് വീശാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തത്. നമ്മളെല്ലാം വിളിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ നന്നായിട്ട് ആട്ടി, ഐ മീൻ ഡാൻസ് കളിച്ചിട്ടൊക്കെയോ പാട്ടൊക്കെ കേട്ട് ഒരു മാമൻ ഇളവി. വയസ്സാവണമെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ആവണം. ഇത്രയും പ്രായമായിട്ടും പുള്ളിയുടെ ഹെയർ സ്റ്റൈലും ലുക്കൊക്കെ കണ്ടില്ല. പിന്നെ നോക്കിയപ്പോ സ്റ്റേജിൽ നിന്ന് എല്ലാണോ തുള്ളാൻ തുടങ്ങി. ഈ ഒച്ചരയ്ക്കാൻ എന്തിന്റെ അസുഖം എനിക്ക് ഇറങ്ങൂടാ. പിന്നെ നമ്മൾ സോലിയത്തായ പയ്യന്മാരായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഫോണ് തീരുന്നോണ്ട് ഐസ്ക്രീം കപ്പിലൊക്കെ വാങ്ങിച്ചു കുടിക്കുകയാണ് നമ്മളെ ചങ്ങായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിട്ട് നേരെ നമ്മൾ വന്നത് പുഞ്ചക്കരയിലോട്ട്. ഇവിടെ ആണെങ്കിലും നല്ല വിഷയം വ്യൂ ആണ്. പിന്നെ നമ്മൾ ഇവിടെ കുറച്ചേരം തേരാ പറയാൻ. നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളതാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ തിരിച്ചു പോണ വഴിയിലാണ് ഈ ചങ്ങായിയുടെ വീട്. പിന്നെ അവനെ ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിൽ. പിന്നെ നമ്മൾ നേരെ ടർഫിൽ ഫുട്ബോൾ കളിക്കാനാണ്. തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് റോട്ടി കൂടെ നടന്നു പോകണം. എന്നെയാണ് നിങ്ങൾ പറയാൻ പറ്റൂല, പെട്ടെന്നായിരിക്കും തേങ്ങ ഒന്ന് തലയിൽ വീഴുന്നത്. പിന്നെ നമ്മൾ കളിച്ച് കഴിഞ്ഞിട്ട് വേർത്ത് കുളിച്ചങ്ങ് ഇറങ്ങി. വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് ഇന്നത്തെ കളിയുടെ ഗിഫ്റ്റ് കണ്ടത്. ഇന്ന് ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത വ്ളോഗിൽ.